ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അഞ്ചുതെങ്ങ് ജില്ലാ കോടതിയിൽ ഒരു ക്ലാർക്കായിരുന്ന KN ശേഖരൻ ഒരു ഗുരുഭക്തനായിരുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനായി ഗുരുദേവൻ്റെ ഒരു പടം കിട്ടണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. 1912 അദ്ദേഹം ശ്രാദ്ധത്തിനായി വർക്കല പോയ വേളയിൽ ഒരു വ്യാപാരിയിൽ നിന്ന് നേർത്ത കടലാസിലുള്ള ഒരു ചെറിയ ചിത്രം അദ്ദേഹത്തിന് കിട്ടി. അതിന് മുൻപിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചിത്രത്തിന് കാറ്റടിച്ചാൽ മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കി. ഗുരുദേവൻ്റെ ഫ്രെയിം ചെയ്ത ഒരു ചിത്രം വാങ്ങിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാലത്ത് ഗുരുദേവൻ്റെ ചിത്രത്തിന് അത്ര പ്രചാരമൊന്നുമില്ലായിരുന്നു. കോടതി സംബന്ധമായി വളരെ കൂടുതൽ ജോലി ഉള്ളതുകൊണ്ട് ഒഴിവു ദിവസങ്ങളിൽ പോലും ദൂരസ്ഥലങ്ങളിൽ പോകാനും സാധിച്ചിരുന്നില്ല. അങ്ങനെ വിഷണ്ണനായി കഴിഞ്ഞുകൂടുന്ന കാലത്ത് ഒരു ദിവസം രാത്രി 10 മണി കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന സമയത്ത് പുറത്ത് പടിപ്പുരയിൽ ഒരാൾ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു. ആരാണ് ഈ അസമയത്ത് വന്ന് അലോസരപ്പെടുത്തുന്നത് എന്നോർത്ത് അല്പനേരം അനങ്ങാതെ ഇരുന്നു. വീണ്ടും 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 തുടർച്ചയായി മുട്ടലും വിളിയും തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ് വെളിയിൽ ചെന്ന് വാതിൽ തുറന്നു നോക്കി. അപരിചിതനായ ഒരു മനുഷ്യൻ ഗുരുദേവൻ്റെ പടമുണ്ട്, വേണോ എന്ന് ചോദിക്കുന്നു. കാണട്ടെ എന്ന് പറഞ്ഞു. അയാൾ ഗുരുദേവൻ്റെ ശേഖരൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഫോട്ടോ കാണിച്ചു. അതിന് എന്ത് വിലയെന്ന് ചോദിച്ചു. വില 1 രൂപ എന്ന് അയാൾ പറഞ്ഞു. ശേഖരൻ അയാളോട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. സമയമില്ല, എനിക്ക് ഉടൻ പോകണം എന്ന് അയാളും പറഞ്ഞു. ഇനി വണ്ടിയൊന്നും കിട്ടില്ല, നാളെ പോകാം, ഇന്നിവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പോഴും അയാൾ ഇപ്പോൾ തന്നെ പോകണം എന്ന് ധൃതി കൂട്ടി. ശേഖരൻ അകത്ത് പോയി 1 രൂപ കൊണ്ടുവന്ന് കൊടുത്തു. ഗുരുദേവൻ്റെ ചിത്രവുമായി അകത്തേക്ക് പോയി. ആ മനുഷ്യൻ ഉടനെ പോവുകയും ചെയ്തു. ശേഖരൻ അങ്ങനെയുള്ള ഒരു ഗുരുദേവൻ്റെ ചിത്രം തനിക്ക് ആവശ്യമുണ്ട് എന്ന് ആരോടും പറഞ്ഞിരുന്നില്ല. ഈ മനുഷ്യൻ ഇതെങ്ങനെ അറിഞ്ഞു? ആരായിരിക്കാം ഇയാൾ? അയാൾ സാക്ഷാൽ ഗുരുദേവൻ തന്നെ ആയിരുന്നു എന്നാണ് ശേഖരനും കുടുംബവും വിശ്വസിക്കുന്നത്. ഗുരുദേവൻ ഈറോഡ് നഗരത്തിന് അടുത്തുള്ള ഭവാനി എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ വിഘ്നേശ്വര പ്രതിഷ്ഠ നടത്താൻ പോയിരുന്നു. അനേകം ജനങ്ങൾ ഗുരുദേവനെ കാണാൻ അവിടെ തടിച്ചുകൂടി. നല്ല ആരോഗ്യവാനായ ഒരു ഭ്രാന്തനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച നിലയിൽ കുറച്ചുപേർ ഉന്തിയും തള്ളിയും ഗുരുദേവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇത് കണ്ട് ഗുരുദേവൻ വളരെ കാരുണ്യത്തോടെ, എന്താണിത്, ആ പാപത്തെ അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു, ഇവൻ മുഴുഭ്രാന്തനാണ്, അഴിച്ചുവിട്ടാൽ നമ്മളെയെല്ലാം ഉപദ്രവിക്കും. ഇത് കേട്ട ഗുരുദേവൻ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല, ഇവനെ ഞാൻ ഏറ്റിരിക്കുന്നു, നിങ്ങൾ അഴിച്ചുവിട് എന്ന് പറഞ്ഞു. ഗുരുദേവൻ ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ അവനെ ബന്ധിച്ച ചങ്ങലകൾ അഴിച്ചു മാറ്റി. ഗുരുദേവൻ അയാളോട് അടുത്തു വന്നിരുന്നു കൊള്ളാൻ പറഞ്ഞു. അയാൾ ശാന്തഭാവത്തിൽ അവിടെ വന്നിരുന്നു. ഗുരുദേവൻ അവിടെ നിന്ന് പോകുന്നത് വരെ അവിടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് അയാൾ തുടർന്നു. അയാൾ തീർത്തും രോഗവിമുക്തനായി.
പിന്നീട് ഒരിക്കലും അയാൾക്ക് മനോവിഭ്രാന്തി ഉണ്ടായിട്ടുമില്ല എന്നും അറിയുന്നു. നമസ്കാരം.